തെങ്ങുകൾക്ക് വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം പടരുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ് രോഗബാധ കണ്ടു തുടങ്ങിയത്. രോഗം കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. തെങ്ങുകളിലെ മഞ്ഞളിപ്പ് രോഗമാണ് കർഷകർക്ക് ദുരിതമാവുന്നത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കടവ് ചുള്ളിയകം പ്രദേശത്താണ് തെങ്ങുകൾക്ക് വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം പടരുന്നത്. നാളികേരത്തിന് അത്യാവശ്യം വിലയുള്ള സമയത്താണ് രോഗം ബാധിച്ചിരിക്കുന്നത്. പ്ലക്കാട്ട് ജോർജിൻ്റെ 200 തെങ്ങുകളിൽ 40 എണ്ണം രോഗം ബാധിച്ച് നശിച്ചു. നിലവിൽ 62 തെങ്ങുകൾ കൂടി രോഗം പിടിപെട്ടിട്ടുണ്ട്. 3.5 ഏക്കർ സ്ഥലത്താണ് തോട്ടം. 2 മാസം കൂടുമ്പോൾ ഏകദേശം 3000-ഓളം നാളികേരം ലഭിച്ചിരുന്നതാണ്. മഞ്ഞളിപ്പ് രോഗം പടർന്നു പിടിച്ചതോടെ നാളികേരത്തിൻ്റെ എണ്ണം 1000-ൽ താഴെയായി കുറഞ്ഞു. ചുള്ളിയകം ആരയിൽ ജോസഫ്, പൊയ്ക്കുന്നേൽ ജോസ്, പുഞ്ചയിൽ ജോസ് തുടങ്ങിയവരുടെ കൃഷിയിടത്തിലും മഞ്ഞളിപ്പ് രോഗമുണ്ട്. തെങ്ങോലയിൽ മഞ്ഞ നിറം ബാധിക്കുന്നതാണ് രോഗത്തിൻ്റെ തുടക്കം. പിന്നീട് കായ്ഫലം കുറയുകയും കൂമ്പ് അടഞ്ഞു പോവുകയും തെങ്ങ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിലാണ് മഞ്ഞളിപ്പ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. അന്തരീക്ഷ ആർദ്രതയിലും താപനിലയിലും മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് വിളകൾ രോഗകീടയ്ക്ക് എളുപ്പം വിധേയമാവും. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച കൃഷിയിടങ്ങൾ കൂടരഞ്ഞി കൃഷി ഓഫീസർ KA ഷബീർ അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജൈവ വളപ്രയോഗം കൂടാതെ ശാസ്ത്രീയമായ വളപ്രയോഗവും അനിവാര്യമാണെന്നും വിദഗ്ധ പരിശോധനകൾക്കായി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല അധികൃതരെ കൊണ്ടുവരുന്നതിന് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും അടിയന്തരമായി നടപടി വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കാർഷിക വികസന സമിതി യോഗവും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.